നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്ന് നിങ്ങളൊരു സ്വപ്ന വാഹനം സ്വന്തമാക്കുന്നു. അത് കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആ അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കും, അല്ലേ? സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. താരതമ്യേന കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ളൊരു സാധനം വാങ്ങുന്നത് എപ്പോഴും ലാഭകരമാണ്. പിന്നീട് അത് കൂടിയ വിലയ്ക്ക് മറിച്ച് വിറ്റാലോ കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. ഇതേ രീതി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാം. വില കുറവിന് നല്ല കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങുക, വില കൂടുമ്പോൾ വിറ്റ് ലാഭം ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞൊരു കാര്യം. പക്ഷേ ഇങ്ങനെ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വില കുറയുന്നതും കൂടുന്നതും നോക്കി വാങ്ങാനും വിൽക്കാനും ഒക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല, അതിനുള്ള സമയവും ഉണ്ടാവില്ല. എന്ന് തന്നെയുമല്ല, അതിനെപ്പറ്റി കൂടുതൽ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്താൽ പണം പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഫണ്ട് മാനേജർ ചെയ്തു തന്നാലോ? അത്തരത്തിൽ ഇന്ത്യയിലെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ടോപ്പ് 50 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. കാനറ HSBC ലൈഫിൻ്റെ BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ കാര്യങ്ങളൊക്കെ കോളിലൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ അവരുടെ ഒരു ഏജൻറ്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതി വരെ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ. ഇനി പണം പോകുമെന്ന് പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഇടിഞ്ഞാലും ₹1 പോലും നഷ്ടമാകില്ല എന്ന് ഉറപ്പുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 30.5%, 25.8% ശരാശരി റിട്ടേൺസാണ് ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. ബാങ്കിലൊക്കെ 5 to 6% കിട്ടുന്നതും ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എത്ര മടങ്ങാണ് റിട്ടേൺ എന്നുള്ള കാര്യം. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കുകയുമില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എമൗണ്ട് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കാര്യം മാത്രം ഓർക്കുക. അപ്പോൾ ഏപ്രിൽ 15-ആണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇനി നമ്മൾ ഒരു കാലത്തെ എന്താ പറയുക, നമ്മുടെ ലോകത്തിലെ റോഡുകൾ തന്നെ ഭരിച്ചിരുന്ന ഒരു വാഹനമാണ് പജേരോ സ്പോർട്ട്. പജേരോ സ്പോർട്ട് ഇന്ത്യയിൽ അന്യം നിന്ന് പോകാൻ കാരണം ഈ കമ്പനിക്ക് പറ്റിയ അബദ്ധമാണ്. അബദ്ധം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ നിർമ്മിച്ചിരുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായിട്ട് സഹകരിച്ചാണ് മിത്സുബിഷി ഇന്ത്യയിൽ വന്നത്. അവർ തന്നെ ആ പടം കുഴപ്പത്തിലായിരുന്നു. അപ്പോൾ സ്വതവേ കമ്പനി ഇപ്പോൾ ദുർബലമായിപ്പോയി മിത്സുബിഷിയുടെ അവസ്ഥ. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങൾ നിർമ്മിക്കുന്ന മിത്സുബിഷി ഇന്ത്യയിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയത്. എന്തായാലും പജേരോ സ്പോർട്ടിൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. ഹായ് സർ. നമസ്കാരം. പേര്? ജോയൽ. എനിക്ക് പരിചയമുണ്ടോ? ഞാനിപ്പോൾ പേര് ചോദിച്ചത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചോദിച്ചാൽ. ഒരു പവർ സൊല്യൂഷൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അല്ലേ? പക്ഷേ അത് സോളാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് വരുമെന്നാണ്. എന്താണ് ഇലക്ട്രിക് വാഹനം? ഇല്ല, ഓൾറെഡി ഇലക്ട്രിക് വാഹനമുണ്ട്. അതാണ് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നത്. MGയുടെ ZSEV അതാണ് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഇലക്ട്രിക് കാർസ് ഉണ്ട്. ഇത് ഒരു പാഷന്റെ പുറത്ത് വാങ്ങിച്ചേക്കുന്ന വണ്ടിയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഓണർ അല്ല, ഇതൊരു ഞാൻ സെക്കൻഡ് വാങ്ങിച്ച വണ്ടി. അത്യാവശ്യം ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ നല്ലൊരു വണ്ടി ഒത്തു കിട്ടി, അങ്ങനെ വാങ്ങിയത്. ഏത് വർഷത്തെ വണ്ടിയാണ് ഇത്? 2017 മോഡലാണ്, 4 വീലാണ്, മാനുവൽ. അപ്പം എനിക്ക് കുറച്ച് ഓഫ് റോഡിന്റെ ഒക്കെ പ്രാന്തുണ്ട്. അപ്പം ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത്. ഇത് 2017 ആണ്, ഫസ്റ്റ് ഓണർ വണ്ടിയായിരുന്നു. 27,000 കിലോമീറ്റർ മാത്രമായിരുന്നു ഓടിയത്. അങ്ങനെ ഒരു നല്ല വണ്ടി ഒത്തു കിട്ടി, അതും KL7 രജിസ്ട്രേഷൻ. അപ്പോൾ എടുത്തു. കാരണം ഇതിന് അത്യാവശ്യം എല്ലാ സ്പെക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 4 വീലുണ്ട്, ഡിഫറൻഷ്യൽ ലോക്സ് ഉണ്ട്, പിന്നെ അത്യാവശ്യം പവർ ഉണ്ട്. പിന്നെ സിറ്റി കൂടെ ഓടിക്കാനാണെങ്കിലും ഇപ്പൊ ഫോർച്യൂണറിന്റെ കൂട്ട് അത്രയും വലിപ്പമില്ല, എന്നാൽ അകത്തിരിക്കുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. ഭയങ്കര കോമ്പാക്റ്റ് ആണ് വണ്ടി ഇപ്പൊ സിറ്റി കൂടെ ഓടിക്കുവാണെങ്കിൽ. ഈ ബോഡി റോൾ ഉണ്ടോ? ബോഡി റോള് കുറവാണ്, കാരണം ഞാൻ ഇതിന്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഫുള്ളി സ്റ്റോക്ക് ആണ്. അപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടും മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മേ ബി ബോഡി റോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓഫ് റോഡ് ഭ്രാന്തനാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ചെയ്യാവുന്ന ഒരു താറ് വാങ്ങിക്കുക എന്നുള്ളതാണല്ലോ പൊതുവെ ഇന്ത്യക്കാർ. എന്തുകൊണ്ടാണ് ഇത് ഇത് പണ്ടേ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു? അതെ, പണ്ടേ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ കുറച്ചുകൂടി ഇത് കംഫർട്ടബിൾ ആണ്. പിന്നെ പഴയ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വികാരം, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഇതിന്റെ അകത്തുള്ള ഒരു കാര്യവും മാറ്റിയിട്ടില്ല. പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ വെളിയിൽ നമുക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് പറ്റിയ കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രമാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പോയോ കാര്യമായിട്ട്?
ഞാനൊരു 3-4 വട്ടം പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ വിചാരിച്ച പോലെ തന്നെ കേപ്പബിൾ ആണോ ഓഫ് റോഡിൽ? ഫുള്ളി കേപ്പബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ എന്നാൽ നമുക്കൊരു മൈൽഡായിട്ടുള്ള രീതിയിൽ ഓടിക്കാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ നല്ല പവർഫുള്ളുമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻജിൻസ് എല്ലാം തന്നെ ട്യൂൺ ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. ഇതിന്റെ ടർബോസ് ആയാലും എൻജിൻസ് ആയാലും എല്ലാം തന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് ട്യൂൺ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർഫോമൻസും എനർജി എല്ലാം തന്നെ വണ്ടിക്ക് കിട്ടും. എന്താണ് ഒരു നെഗറ്റീവായിട്ട് പറയാവുന്നത് ഇത്രയൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ? നെഗറ്റീവായിട്ട് പറയാൻ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷേപ്പാണ്. ഇതൊരു ഗേളിഷ് ഷേപ്പാണ് ഈ വണ്ടിക്ക്. അതൊരു മസിൽ ലുക്ക് വണ്ടിക്കില്ല. പക്ഷെ ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് ഭയങ്കര മസിൽ ലുക്കാണ്. പക്ഷെ ഇതിന്റെ ലുക്ക് വൈസ് ഒരു ഗേളിഷ് ലുക്കാണ്. എസ്പെഷ്യലി ജാപ്പനീസ് വണ്ടിയാണ്. അപ്പം അവരൊരു ഗേളിഷ് ലുക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ മേ ബി അവർ ആ ഒരു ലുക്ക് കൊടുത്തത് ഇതിന്റെ ഒരു കോമ്പാക്ടിസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ വളരെ ഒരു ചെറിയ കാർ യൂസ് ചെയ്യുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ബാക്കിയുള്ളവരെക്കാട്ടിലെല്ലാം പൊക്കത്തിരിക്കുന്നു, എല്ലാം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇതിന്റെ ഒരു ഷേപ്പ് മാത്രമാണ്, എസ്പെഷ്യലി ഓൺ ദ ബാക്ക് സൈഡ്. ശരി ശരി. അപ്പൊ ഇത് ഇപ്പൊ അവസാന കാലത്തോടെ മേനോൻ മിത്സുബിഷി അതൊക്കെ പൂട്ടിപ്പോയി. ഇപ്പൊ എവിടെയാണ് സർവീസ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഈ പജേറോ എടുത്തതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ പജേറോയ്ക്ക് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിനെ ഒരു രാജാവിനെ പോലെയാണ് ആ കമ്മ്യൂണിറ്റിയും ഇതിന്റെ ആൾക്കാർ, ഇതിനോട് സ്നേഹമുള്ള ആൾക്കാരും ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഒത്തിരിയും ഇതിന്റെ പാർട്സ് ആയാലും സ്പേസ് ആയാലും മോഡിഫിക്കേഷണൽ എക്യുപ്മെന്റ്സ് ആയാലും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീലേഴ്സിനെ കിട്ടും. പിന്നെ പജേറോ മാത്രം പണിയുന്ന ഇഷ്ടംപോലെ മെക്കാനിക്സും അതുപോലെ തന്നെ കാർ വർക്ക്ഷോപ്സും അവൈലബിൾ ആണ് കൊച്ചിയിൽ തന്നെ. പിന്നെ ഞാൻ പണിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി മെക്കാനിക്കാണ്. പുള്ളി എല്ലാ വണ്ടിയും പണിയും. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ജാപ്പനീസും ജർമ്മനുമാണ് കൂടുതലായിട്ട് പണിയുന്നത്. അപ്പം എസ്പെഷ്യലി റേഞ്ച് റോവർ, ലാൻഡ് റോവർ, വോക്സ് വാഗൻ, ജാപ്പനീസ് ആയ മിത്സുബിഷി ഇങ്ങനത്തെ വെഹിക്കിളൊക്കെയാണ് കൂടുതലായിട്ട് പണിയുന്നത്. പുള്ളി വളരെ റിലയബിൾ ആണ്. വൈപ്പിലാണ് സ്ഥലം. അപ്പം പുള്ളിയുടെ അടുത്താണ് ഞാൻ. ഇതിനധികം പണി വരാറില്ല, കാരണം പുതിയ മീൻസ് അധികം ഓടിയിട്ടില്ലാത്ത വണ്ടിയാണ്. എങ്കിലും സ്പെയർ പാർട്സ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? എന്തെങ്കിലും നോക്കിയിരുന്നോ? സ്പെയർ പാർട്സ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഒറിജിനൽ സ്പെയർസ് കിട്ടുമോ? ഒറിജിനൽ സ്പേസ് കിട്ടും, പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. 2 ടൈപ്പാണ്, ഡ്യൂപ്ലിക്കേറ്റ് സ്പേസും ഉണ്ട്, ഒറിജിനൽസും ഉണ്ട്. അപ്പം ഒറിജിനൽസിന് അത്യാവശ്യം വില കൂടുതലാണ്. നോർമൽ മാർക്കറ്റ് റേറ്റിനെ കാട്ടി, പണ്ടത്തെ റേറ്റിനെ കാട്ടി കൂടുതലാണ്. മൈലേജ് എങ്ങനെ ഉണ്ട്? മൈലേജ് വളരെ ശോകമാണ്. സിറ്റി കൂടെ ഓടിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. അതിന്റെ ഡാഷിൽ കറക്റ്റായിട്ട് എഴുതി കാണിക്കും. പക്ഷെ അത്യാവശ്യം നമ്മൾ നോർമലായിട്ട് പോവുകയാണെങ്കിൽ, ഒരു ഹൈവേ ബേസ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു 8.9, 9.5 അതൊക്കെ തന്നെ ഉള്ളൂ. ഇതിങ്ങനെ കൊണ്ട് നടക്കാം അത്യാവശ്യം നല്ല രീതിയിൽ. ഒരു നമുക്ക് ഇതിനോടൊരു കമ്പം തോന്നും, ഇതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നും. അതെ അതെ. എങ്കിൽ പോലും ഏറ്റവും പുതിയ EV-കളൊക്കെ ഓടിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് കുറെ സാധനങ്ങൾ മിസ് ചെയ്യുന്നില്ലേ? ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. പക്ഷെ എന്തോ ഈ മോഹൻലാലിന്റെ കാര്യം പറയുന്ന പോലെ എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. അതേപോലത്തെ ഒരു സംഗതിയാണ്. കാരണം എനിക്ക് എല്ലാ ഓഫ് റോഡ് വെഹിക്കിൾസും താല്പര്യമാണ്. ഇപ്പം റിഗാർഡ്ലെസ് അതിന്റെ പെർഫോമൻസ്, എല്ലാ വണ്ടികളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന്റെ ഒരു രീതി, അതിന്റെ ഒരു വശം. അപ്പം അതിന്റെ ഒരു പാഷനായിട്ട് എടുത്തന്നേ ഉള്ളൂ. അപ്പം ഇതിനി കിട്ടത്തില്ല, ഇങ്ങനെ ഒരു വെഹിക്കിൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. തന്നെയല്ലേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ പജേറോ സ്പോർട്ടൊക്കെ വൃത്തികെട്ട രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു വൃത്തികെട്ട രീതിയിലാണ് ഓടുന്നത്. പക്ഷെ ഇത് ഈ പറഞ്ഞ കുറച്ചേ ഓടിയിട്ടുള്ളൂ, നല്ല ഷേപ്പ് ഉണ്ട്. അതൊരു നല്ല ബൈ ഏതായാലും. ആ ഒരു ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായി ഇനി. അതെ, ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ ക്വിക്കായിട്ട് ബൈ ചെയ്തത്. പിന്നെ ഞാൻ അതേപോലെ ആസ് ഇറ്റ് ഈസ് എന്താണ് ഷോറൂമിൽ നിന്ന് ഇറക്കിയേക്കുന്നത്, ബാക്കി എല്ലാ പജേറോ സ്പോർട്ട് ഫുള്ളി മോഡിഫൈഡ് ആണ്. അപ്പം അതേ ആ ഒരു ലുക്കിൽ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഓൾമോസ്റ്റ് 1 ഇയർ ആയി വണ്ടി എടുത്തിട്ട് അതേ ലുക്കിൽ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഓഫ് റോഡ്സ് ഒക്കെ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ. ഏകദേശം എന്ത് വിലക്ക് കിട്ടും ഈ 2017 വണ്ടി പജേറോ സ്പോർട്ടൊക്കെ ഇപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ? ഞാൻ ഈ വണ്ടി എടുത്തത് ഏകദേശം 13.50 ലാക്സിനാണ്. 13.5 ലക്ഷം രൂപയ്ക്കാണ് എടുത്തത്. പക്ഷേ ഞാൻ പലയിടത്തും പജേറോ സ്പോർട്ട് തന്നെ ഡൽഹിയിലും അതുപോലെ തന്നെ UP-യിലും ഒക്കെ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ നാട്ടിലുള്ള പജേറോ സ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് അത്യാവശ്യം
ഈ 13.5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു 1 lakh ഓടിയ വണ്ടികളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അത് അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സിംഗിൾ ഓണർ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതെ, എനിക്ക് ഇത് കിട്ടിയത് സിംഗിൾ ഓണർ ആണ്. എൻ്റെ ഒരു കസ്റ്റമറിന്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം എനിക്ക് പരിചയമുള്ള വണ്ടിയാണ്. ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പോയ സമയത്ത് ഞാൻ ഈ വണ്ടി കണ്ടു. ഞാൻ പുള്ളിയോട് ഒറ്റയടിക്ക് ചോദിച്ചു, സാറേ ഇത് കൊടുക്കുന്നുണ്ടോന്ന്. 4 വർഷം ഏകദേശം പുറകെ നടന്നു. അതിനുശേഷമാണ് ഈ വണ്ടി വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാലാണ് ഇത്ര നല്ല വണ്ടി കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അത് ഭയങ്കര ഭാഗ്യവാനാണ് ജോയൽ ആ കാര്യത്തിൽ നോക്കുമ്പോഴേക്കും. ഇനി എന്ത്, ഇത് ദീർഘകാലം കയ്യിൽ കൊണ്ടു നടക്കാൻ തന്നെയാണോ? ഇത് കുറച്ച് ഇത് എൻ്റെ ഗരാജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ്. ഇതുപോലത്തെ കുറച്ച് റെയർ പീസ് ഐറ്റംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ. അന്യം നിന്നുപോയ വണ്ടികളൊക്കെ. ZSCV എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇപ്പം? ZSCV ഏകദേശം ഒരു 60,000 അബോ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഇലക്ട്രിക് സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല വണ്ടിയാണ്. എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നോ ഈ 60,000? മെയിൻ്റെനൻസ് ഉണ്ട്, പക്ഷേ കമ്പയറിംഗ് ടു ഐസ് എഞ്ചിൻ ദർ ഇസ് നോ മെയിൻ്റെനൻസ്. അല്ലെങ്കിൽ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇല്ല. ആസ് ഓഫ് നൗ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ പജറോ സ്പോർട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര ഓടി എന്നുള്ള കാര്യം നോക്കുക, 2 എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ള കാര്യം നോക്കുക. കാരണം ഇത് എങ്ങനെ ഓടിക്കോളും ഈ ഇന്നോവയൊക്കെ പോലെ. അത് കാരണം നമ്മൾ കാഴ്ചയിലൊക്കെ നല്ല വണ്ടികളായിരിക്കും, പക്ഷേ വളരെ ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാൻ. പിന്നെ വില ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ. എനിക്ക് 2020 മുമ്പ് നിന്ന് പോയില്ലേ? 2017 എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ഇയർ ആണ്. 9 വർഷം മുമ്പ് നിന്ന് പോയി. അപ്പോൾ അത് ഇതായിരിക്കും ഏറ്റവും പുതുതായിട്ട് കിട്ടാൻ സാധ്യത 2017 വണ്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ. നമ്മളൊരു 20 വയസ്സുള്ള യുവാവിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഡ്യൂക്ക് 390 ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു ബുള്ളറ്റ് 350 ഓടിക്കുന്ന ഒരു 20 വയസ്സുകാരനെ പരിചയപ്പെടാം. നമസ്കാരം. എന്താ വരുമ്പോൾ പേര്? അദ്വൈത്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ജേർണലിസം കഴിഞ്ഞു. ജേർണലിസം കഴിഞ്ഞു. നമ്മുടെ പാതയിലേക്കാണല്ലോ. എവിടെയാണ് പഠിച്ചത്? SH. ഡിഗ്രി? ഡിഗ്രി. മാസ് മീഡിയ. ഇനി എന്താ പരിപാടി? ഇനി PG എടുക്കണം. എവിടെയാണ് നോക്കുന്നത്? PG ഞാൻ CUET കുറച്ച് എക്സാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്ന് അതിനനുസരിച്ച് എടുക്കാൻ വെച്ചിട്ട്. ചെന്നൈയിലെ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം നല്ലതാണ്. ശശികുമാറിൻ്റെ നമ്മുടെ പഴയ ഏഷ്യാനെറ്റ്. നല്ല ക്ലാസ്സും നല്ല ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള സ്ഥലം. ഒന്ന് ശ്രമിച്ചു നോക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ജേർണലിസം പഠിക്കുമ്പോൾ കേരളത്തിന് വെളി പഠിക്കുന്ന നല്ലത്. ലാംഗ്വേജ് ആയാലും ഒരു എക്സ്പോഷറിനൊക്കെ നല്ലതാണ്. അപ്പോൾ PG അവിടെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അല്ല അവിടുത്തെ NDTV പോലുള്ള സ്ഥലത്തൊക്കെ ഉള്ള അവിടെയൊക്കെയാണ് ഇൻറ്റേൺഷിപ്പും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കൂടുതൽ പറഞ്ഞുതരാം. അപ്പം എത്ര കാലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. ആക്ച്വലി അച്ഛൻ 10 കൊല്ലം മുമ്പ് വാങ്ങിച്ചാണ്. അപ്പോൾ അച്ഛൻ വാങ്ങിച്ച് 2016 വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ ടൈമൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ബ്രദറിന് ഇതേ സെയിം വണ്ടിയുണ്ട്, പക്ഷെ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഇതാ കൊടുത്തത്. അങ്ങനെ അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം എൻ്റെ പുള്ളി തിരിച്ചു തന്നെ വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒരു 2 മാസം ഇത് രാത്രി വരും, ഇവിടെ ഈ ഭാഗത്ത് തന്നെ വരും, ഓടിച്ച് തഴക്കാൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടിച്ച് പിന്നെ കോളേജിൽ ഡെയിലി ഇതാ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെയൊക്കെ മനസ്സിൽ കുറച്ച് പ്രായമൊക്കെ ആൾക്കാർ ഇങ്ങനെ പട്ടപെട്ടാന്ന് കേൾപ്പിച്ച് പോകുന്നൊരു വണ്ടിയായിട്ടാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. എങ്ങനെയുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇത് ഓടിച്ചിട്ട് എന്താണ് ഒരു അഭിപ്രായം? നല്ല കംഫർട്ടാണ്. എനിക്കൊരു എന്താ പറയുക, രാജകീയ ഫീൽ ചെറുതായിട്ട് കിട്ടും എനിക്ക് ഓടിക്കുമ്പോൾ. പിന്നെ കോളേജിലൊക്കെ പോകുമ്പോഴും ഒരു നല്ല കംഫർട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു മടുപ്പ് വരും. സ്കൂട്ടർ എടുക്കാൻ തോന്നും. എന്നാലും ഇതാണ് എനിക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്. ഈ 10 വർഷം മുമ്പുള്ള 350യുടെ ഒരു പ്രശ്നമായിട്ട് കേട്ടിരിക്കുന്ന വൈബ്രേഷൻ, ഹീറ്റ് അതൊക്കെ ഉണ്ടോ? ഇല്ല, അത്ര വൈബ്രേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മിറർ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അതത്ര ഫീൽ ചെയ്തിട്ടില്ല. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ഓടിച്ചിട്ടില്ല. അച്ഛൻ ഒരു വർഷം മീശപ്പലി മലയിൽ പോയിട്ടുണ്ട്. അത് മാത്രമേ ലോങ് ഡിസ്റ്റൻസ് അധികം പോയിട്ടുള്ളൂ. വേറെ പിന്നെ വൈക്കം വരെ പോയിട്ട് വരും ഇടക്കിടക്ക്. അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് മെയിൻ്റനൻസ്? അതും പഴയകാല 350 ഉള്ളൊരു പ്രശ്നമായിരുന്നല്ലോ. മെയിൻ്റനൻസ് ഇപ്പം ഞാൻ ഉപയോഗം തുടങ്ങിയിട്ട് എനിക്ക് ആകെ വന്നൊരു കുഴപ്പം, ഈ സെൽഫ് സ്റ്റാർട്ട് ഇല്ല വണ്ടിക്ക്. അപ്പോൾ കിക്കർ അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം കിക്കർ ജസ്റ്റ് താഴത്തോട്ട് ഇങ്ങനെ പോയി. അപ്പോൾ എന്തോ ഒരു സ്പ്രിങ് എന്തോ പോയെന്നാ പറഞ്ഞത്. പിന്നെ മൊത്തത്തിൽ ചെറുതായിട്ടൊരു പണി വന്നു. അത് ഈ ഇടയ്ക്കാ വന്നത്. വേറെ പണി വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പണ്ടത്തെ സ്ഥിരം പ്രശ്നമായിരുന്നു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അടിക്കുക, തിരിച്ചു വന്ന് ഇവിടെ കിക്കർ അടിക്കുക. എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ശീലമായപ്പോൾ ഒറ്റയടിക്കുമ്പോൾ കിക്കർ ഓക്കെയാണ്. അപ്പോൾ എങ്കിലും ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന എങ്കിൽ പോലും മനസ്സിൽ ഒരു താല്പര്യമായിട്ട് നിൽക്കുന്ന ഒരു 2 വീലർ ഏതാ? വാങ്ങിക്കണം എന്നല്ലെങ്കിൽ പോലും ഒരു
ഏതാണ് ഇഷ്ടപ്പെട്ടത് ഈ അടുത്ത? ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് 100 എടുക്കാനായിരിക്കും എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് ഈ ഒരു മോഡൽ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ 100 ആയിരിക്കും, 100 350 ആയിരിക്കും എനിക്കൊരു താല്പര്യം. ശരി. അപ്പൊ ഫാദർ ഇപ്പൊ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാ ഉപയോഗിക്കുന്നത് ഇപ്പം? അച്ഛൻ ഇപ്പൊ ബൈക്ക് അധികം ഉപയോഗിക്കണ്ട എന്ന് വെച്ചാൽ അച്ഛന് വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ വീട്ടില് 2 കാറുണ്ട്, ഒരു സ്കൂട്ടർ ഉണ്ട്. അതേതൊക്കെയാ കാറുകൾ? കാർ ഒരെണ്ണം XUV 500, ഒരെണ്ണം വാഗണർ, പിന്നെ ഒരു ആക്ടിവ സ്കൂട്ടർ ഉണ്ട്. ശരി. അപ്പൊ ഇടയ്ക്ക് ആക്റ്റീവ് ഓടിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ അതല്ല, ഇതിന്റെ ഒരു പതുക്കെ മന്ദ താളം കാരണം അല്ലേ? ഈ XUV 500 എങ്ങനെയുണ്ട്? എത്ര വർഷമായി വാങ്ങിച്ചിട്ട്? XUV ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. XUV വാങ്ങിച്ചിട്ട് ഒരു 5 കൊല്ലത്തിനടുത്തായി. അത് അത്യാവശ്യം അധികം ഓടിയിട്ടില്ല, എന്നാലും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നല്ല കംഫർട്ടാണ്. വലിയ മെയിൻ്റെനൻസ് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വാഗണാറാരും ചോദിക്കാനല്ലോ, ഒന്നും വരുമല്ലോ, അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. ആക്റ്റീവയും വലിയ കുഴപ്പമില്ല, അത് അപ്പാപ്പനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ആക്റ്റീവയും ഒരു 15 കൊല്ലത്തിന് മുകളിലായി, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെയാണ്, ഇത് ഈ പുതിയ തലമുറയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഈ ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ? ശരിക്കും ഇപ്പം വീണ്ടും ഒരു ട്രെൻഡായിട്ട് അല്ലേ ചെറുപ്പക്കാരൊക്കെ നിങ്ങളുടെ കോളേജിലൊക്കെ ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തന്നെ ഇപ്പോഴത്തെ നല്ല റിഫൈൻഡായി, നല്ല എഞ്ചിനും നല്ല സൗണ്ടൊക്കെ നല്ല രസമായി. ആ ഒരു ഇതുണ്ട്. ബാക്കിൽ ആളൊക്കെ ഇരുത്തി യാത്ര ചെയ്യാറുണ്ടോ? കംഫർട്ടബിൾ ആണ്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് ഞാൻ എൻ്റെ വീട് കത്രക്കട വേണം. കത്രക്കട നിന്ന് തേവര കോളേജ് വരെ എൻ്റെ മെയിൻ റൂട്ട്. അപ്പോൾ എനിക്കൊരു 35-30 വരെ കിട്ടും. സിറ്റി കിട്ടുന്നുണ്ട്. അതെ, കിട്ടുന്നുണ്ട്. ശരി. അതൊരു 30 കിട്ടുന്നുണ്ടെങ്കിൽ, സിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു മാക്സിമം സാധനം തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്? നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് ഇത് പെട്രോളിൻ്റെ സാധനം ഓഫ് ചെയ്തില്ലെങ്കിൽ ഓവർഫ്ലോ വരും. മറന്നു പോകുമ്പോൾ നല്ലോണം ബാധിക്കുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ കുറെ അടിച്ചടിച്ച് വേണമായിരിക്കും പിന്നെ സ്റ്റാർട്ട് ആക്കാൻ. അതെ. പെട്രോളിന്റെ ആ ഒരു ഇത് തിരിച്ചില്ലെങ്കിൽ നല്ലോണം ലീക്കാവും. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്താ ഇതിന്റെ ഇഷ്ടപ്പെട്ട കംഫർട്ട് തന്നെയാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന. കംഫർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എഞ്ചിന്റെ കാര്യത്തിലാണോ, സസ്പെൻഷൻ ആണോ, എന്താണ്? എഞ്ചിന്റെ കാര്യത്തിൽ തന്നെയാണ്. പിന്നെ നല്ല രീതിക്ക് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേറെ അധികം ബൈക്ക് ഓടിച്ചിട്ടില്ല. ഞാൻ ഇന്റർസെപ്റ്റർ ചെറുതായിട്ട് ഓടിച്ചിട്ടുണ്ട്, പിന്നെ കവാസാക്കി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ അധികം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, ബൈക്ക്. അപ്പൊ എനിക്ക് ഇതാണ് കംഫർട്ട് വെഹിക്കിൾ. ഇലക്ട്രിക് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഏതാ? ഓല ഓടിച്ചിട്ടുണ്ട്, പിന്നെ ഐക്യൂബ് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു ചെറിയ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനകത്ത് പോകാനൊരു ആക്സലറേഷൻ ആണോ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത്? ഇപ്പൊ ഞാനിത് ഓടിച്ചിട്ട് അത് ഓടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിനകത്തോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന് കൈ കൊടുക്കുന്ന പോലെ കൈ കൊടുത്താൽ അത് അടുത്ത പറമ്പിലേക്ക് പോകും. അതെ, അത് ശരിയാണ്. അത് ഭയങ്കര ക്വിക്ക് ആക്സലറേഷൻ എന്നുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പേടിപ്പെടുന്ന കാര്യം. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറും ബൈക്കും ഒക്കെ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആക്സലറേഷൻ്റെ ഒരു ഹരം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അപകടം ഉണ്ടാക്കാവുന്നൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇത് ആകുമ്പോൾ വീട്ടുകാർക്ക് ഒരു പേടിയില്ല, എത്ര കൈ കൊടുത്താലും ഒരു മയത്തിനപ്പുറത്തേക്ക് അല്ലേ, ഒരു സ്പീഡിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ വേണ്ടി ഇപ്പോഴും ബുള്ളറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ്. ഈ പ്രായം ഇതായതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഓടിക്കുക. നമ്മളൊക്കെ പണ്ട് കൈ കൊടുത്ത് ഓടിച്ച് നാട്ടുകാരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് വീണ്ടും ഉപദേശിക്കുന്നത്. അപ്പോൾ ജേർണലിസ്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമുക്കൊരു ടാറ്റ ടിയാഗോ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. സായി കൃഷ്ണ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ കലൂര് സോഫ്റ്റ്വെയറിനായിട്ട് വർക്ക് ചെയ്യുക. വീട് കാക്കനാടാണ്. അതെ. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോഴേ സായി എന്നോട് പറഞ്ഞത് നമ്മൾ ഇത് വിൽക്കാൻ പോവാണ്, സെൽറ്റോസിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. എന്താണ്, എത്ര വർഷം ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഇത് 7 കൊല്ലമായി. 2019 XZ+ മാനുവലാണ് പെട്രോൾ. 7 കൊല്ലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 7 കൊല്ലം കഴിഞ്ഞ് വണ്ടി മാറ്റുന്ന ഒരു പതിവുള്ളതുകൊണ്ടാണോ അതോ? അതുകൊണ്ട് തന്നെ, അല്ലാണ്ട് ഇത് വിൽക്കാൻ ഒരു മൈൻഡും ഇല്ല. ആണല്ലേ? ഏകദേശം 60,000 കിലോമീറ്ററായി. ലോങ് പോയിട്ടുണ്ട്, അല്ലാണ്ടും എല്ലായിടത്തും പോയിട്ടുണ്ട്. കംപ്ലൈന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും പറയില്ല. പക്ഷെ നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നു, അതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വിൽക്കാൻ ഒരു മൈൻഡും ഇല്ല. ആദ്യമായിട്ട് വണ്ടിയാണ്. അപ്പോൾ 7 വർഷം മുമ്പ് എടുക്കുമ്പോൾ ധാരാളം ഓപ്ഷൻസ് ഈ ഒരു സെഗ്മെന്റിലുണ്ട്. എന്തുകൊണ്ട്? ഞാൻ സേഫ്റ്റി നോക്കിയിട്ട് എടുത്തു. ഇതിനൊരു 4.5 സ്റ്റാർ ഉണ്ടല്ലോ, അതുകൊണ്ട് എടുത്തു. ബാക്കി നമ്മുടെ ആ സമയത്ത് ബലേനോ ഒക്കെ ബലമില്ലായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. പക്ഷെ എടുത്തിട്ടും ഇതിന് 83 bhp തന്നെ ഉണ്ട്. ആ പവർ ഉള്ളെങ്കിലും ഇതിന് വെയിറ്റ് കുറയാണ്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി കയറും. അതെ. ഈ വെയിറ്റ് കുറവെന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഇഷ്യൂ ആയിട്ട് തോന്നുകയല്ലേ ഇപ്പോൾ? അതുണ്ട്. പക്ഷേ ഇതിന് അത്യാവശ്യം
4.5 സ്റ്റാർ മനസ്സിലാ 4.5 കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഇഷ്യൂ തോന്നിട്ടില്ല. അല്ലല്ലേ? എങ്കിലും 7 വർഷം മുമ്പുള്ള ടാറ്റകളെ സംബന്ധിച്ച് കുറെ ഇഷ്യൂസ് കേട്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു എനിക്ക് സർവീസ് പണി കിട്ടും, അത് പണി കിട്ടും. പിന്നെ ആകെ പ്രശ്നം എന്ന് പറയാനുള്ളത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇല്ലേ, അത് അടിപൊളിയാണ്. അതിന്റെ ടച്ച് ഇല്ലേ, അതിനാണ് പ്രശ്നം. ഓ ശരി. തുടക്കത്തിലേ ഉണ്ടോ? തുടക്കത്തിലല്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം തന്നെ ഒരു ഇതായിരുന്നു ഇത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഇത് പറഞ്ഞു. പക്ഷെ സ്പീക്കർ എല്ലാം അടിപൊളിയാണ്. ഹർമന്റെ സ്പീക്കറാണ് വരുന്നത്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. മൈലേജിന്റെ കേസ് പറയുകയാണെങ്കിൽ മാരക മൈലേജ് സിറ്റി കിട്ടത്തില്ല, 11 ഉള്ളൂ സിറ്റി. ഈ ഒരു സെഗ്മെന്റ് അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ ഹൈവേയിൽ 17-18 കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം വരെയൊക്കെ പോയപ്പോൾ രാവിലെ. ട്രാഫിക് ഇല്ലാണ്ട്. ഇല്ല. അപ്പോൾ ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് ആണ് ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത്. സെൽറ്റോസ് ഓട്ടോമാറ്റിക് ആണോ? സെൽറ്റോസ് ഓട്ടോമാറ്റിക് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. എനിക്ക് മാനുവലാ താല്പര്യം. പക്ഷെ ഞാൻ മാത്രമല്ല ഓടിക്കുന്ന, അവര് അച്ഛനമ്മയൊക്കെ എല്ലാ ദിവസവും എടുക്കുന്ന വണ്ടിയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് എടുക്കാന്ന് വെച്ചാൽ എനിക്ക് മാനുവൽ തന്നെ ഇഷ്ടമാണ്. ഇതിനെന്താണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് ഈ ഒരു ടച്ച് സ്ക്രീൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടോ? വേറെ ഡ്രോബാക്ക് 3 സിലിണ്ടർ ആണല്ലോ, പോവുകയൊക്കെ ചെയ്യും. 130 വരെയൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്റ്റെബിലിറ്റി കുറവാ. അല്ലാണ്ട് വേറെ പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് വണ്ടിയിൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വണ്ടിയുടെ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാനായിട്ട് അന്ന് ഒരു തിരുവനന്തപുരത്ത് പോയായിരുന്നു രാവിലെ. എന്ന് വെച്ചാൽ ഒരു 4 മണിക്ക് ഇറങ്ങിയിട്ട് 7:30 തിരുവനന്തപുരം എത്തി. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയിൽ. എന്ന് വെച്ചാൽ അന്ന് ഓടിക്കാനുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ചെയ്ത് ഇങ്ങനെ അപ്പ് ചെയ്ത് അങ്ങനെ ഓടിക്കുമ്പോൾ ഒരു രസമുണ്ട്. ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ഇഷ്ടക്കുറവായിട്ടൊന്നും ഇല്ല ഈ വണ്ടിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടച്ച് സ്ക്രീനിന്റെ കാര്യം സർവീസിൽ അത് പറഞ്ഞ് അവര് പറയുന്നത് അത് നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല, ഫുൾ സിസ്റ്റം ആയിട്ട് മാറ്റണം. ഒരു 80,000 രൂപ എന്ന് പറഞ്ഞു. 80,000 സ്പീക്കറൊന്നും ഒരു കുഴപ്പമില്ല, ടച്ചിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അതായിട്ട് മാറ്റി തരത്തില്ലെന്ന് പറഞ്ഞു. ടാറ്റ ആയിട്ടൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ലല്ലോ, ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞു. ഈ നമ്മൾ മാറ്റുമെങ്കിൽ ഫുൾ സിസ്റ്റം മാറ്റണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പരിപാടി രാമന്മാരെ പിന്നെ അറിയാലോ, ചെറുതായിട്ട് പോയാൽ ഫുള്ള് മാറ്റാൻ പറയാം, അതാണ് പ്രശ്നം. അപ്പോൾ ഈ സർവീസിന്റെ കാര്യം നമ്മൾ ഒത്തിരി ഇഷ്യൂസ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ചില ഡീലർഷിപ്പൊക്കെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് കേൾക്കുന്നു. അപ്പോൾ 7 വർഷം മുമ്പ് തൊട്ടേ സർവീസ് ഒരു ഇഷ്യൂ ആയിട്ടേ ഇല്ല. എൻ്റെ വണ്ടിക്ക് എൻ്റെ കസിൻ നെക്സൺ എടുത്ത് അവന് പണിയോട് പണിയായിരുന്നു. ഇപ്പോഴും പുതിയ അവന് 2 വണ്ടിയുണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നെക്സൺ എടുത്ത്, മറ്റേ പുതിയ നെക്സൺ എടുത്ത് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അത് 4 പ്രാവശ്യം നിന്നു ഇത് റോട്ടിൽ. അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി എടുത്ത് അവൻ്റെ AC വർക്ക് ചെയ്യുന്നില്ല. അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അത് കൊടുക്കും, ശരിയാക്കി കൊണ്ടുവരും. AC-യുടെ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. പുതിയ നെക്സൺ ഫേസ് ലിഫ്റ്റ്. പക്ഷെ അവന് ടൈഗുണും ഉണ്ട്. പക്ഷെ യാത്രാസുഖം നെക്സണാ, ടൈഗുണൊക്കെ. അങ്ങനെയാണ് കക്ഷിയുടെ അഭിപ്രായം തന്നെ. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയപ്പോ ഫുള്ള് നെക്സണിലാണ് പോയിക്കൊണ്ടിരുന്നത്. ടൈഗുൺ ഓടിക്കാൻ അടിപൊളിയാണ് വണ്ടി. പക്ഷെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്ന ഒരു കുഴി വീണ് കഴിഞ്ഞാൽ തല മുതൽ ഇതുവരെ ഇടിയും. അതിനേക്കാളും എനിക്ക് നല്ല കുശാക്കാൻ തോന്നുന്നു സസ്പെൻഷൻ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് വലുതായിട്ടൊന്നും വരുന്നില്ല. ഒരു ഇത്ര 5,000-6,000 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ, അത്രയൊക്കെ വരുന്നുള്ളൂ സർവീസ്. സാധനങ്ങൾ മാറുവാണെങ്കിലേ ഉള്ളൂ സംഭവം. എവിടെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇവിടെ മലയാളം തന്നെ. ഞാൻ വണ്ടി എടുത്ത് ഇവിടെ നിന്നല്ല, കൊല്ലത്ത് നിന്ന് എടുത്താൽ. ഇവിടെ നിന്ന് അവർ ഭയങ്കര ഡിലേ ഒക്കെ പറഞ്ഞ കൊല്ലത്തും എടുത്തുള്ളൂ. അപ്പോൾ ഇത് വിൽക്കാൻ വേണ്ടി ഇപ്പം വിലയൊക്കെ അന്വേഷിച്ചോ? എങ്ങനെയാണ് റീസെയിൽ വാല്യൂ? വിലയൊക്കെ അന്വേഷിച്ച് അറിയാലോ, വിൽക്കാൻ പോകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ചവിട്ടുമല്ലോ. പിന്നെ ഞാൻ കാർ 24-ലൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ ഒരു ഇത് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നതിന്റെ സ്ഥലത്ത് ഒരിക്കലും കൊടുക്കരുത്. എന്ന് വെച്ചാൽ അവര് ഭയങ്കരമായിട്ട് ചവിട്ടിയിട്ട് അങ്ങനെ പറയത്തുള്ളൂ. പുറത്ത് കൊടുക്കണമായിരിക്കും നല്ലത് വണ്ടി. അപ്പോൾ ഇതിന് ശേഷം സെൽറ്റോസ് സെലക്ട് ചെയ്യാൻ എന്താ കാര്യം? സെൽറ്റോസ് ഞാൻ മെയിനായിട്ട് ഇപ്പൊ 5 സ്റ്റാർ റേറ്റിംഗ്, എല്ലാ റേറ്റിംഗ് ആണ് നമ്മുടെ 5 സ്റ്റാർ റേറ്റിംഗ് വന്നു. അല്ല, നമ്മൾ സേഫ്റ്റി നോക്കാം. എനിക്ക് പിന്നെ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതൊക്കെ കൊണ്ട് താർ റോക്സ് ഓടിച്ചായിരുന്നു. എന്നാൽ എനിക്ക് ഡൗട്ട് ആയിരിക്കുന്നത് ആ വണ്ടി ശരിക്കും അങ്ങനെയാണ്, ഭയങ്കര സ്റ്റിഫാണ് സസ്പെൻഷൻ. സ്റ്റിഫ് സസ്പെൻഷൻ നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് ഓടിക്കാൻ കിട്ടുന്ന വണ്ടികൾ പലപ്പോഴും അവർ ഈ പറഞ്ഞല്ലാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വണ്ടി പോലെ ആയിരിക്കണം എന്നില്ല. കുറച്ച് കാലമൊക്കെ മീഡിയ അതിൻ്റെ ആണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വണ്ടിയുടെ ഇഷ്യൂ ആണെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല, താർ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ചെറിയ കുഴിയിൽ വീണിട്ട് ഞങ്ങളുടെ തലയും എനിക്ക് ഛർദ്ദിക്കാൻ വന്നില്ല. പക്ഷെ അത്രയ്ക്കില്ല കേട്ടോ, അതൊന്നുമില്ല. അതിപ്പോൾ എന്തോ ആ വണ്ടിയുടെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. അതേ ഉള്ളൂ. കുറച്ച് ബോഡി റോൾ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ല, അത്രയും സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഭയങ്കര സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആണല്ലേ. പിന്നെ അതിലെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് ഞങ്ങൾ ആ കുറച്ച് ദൂരമേ ഉള്ളൂ, ഫുൾ ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കും. ആണല്ലേ. അപ്പം ചോദിച്ചാൽ പറയാം അതായിരുന്നു അപ്ഡേറ്റിൻ്റെ നല്ലത് അത് അങ്ങനത്തെ. പിന്നെ ഞാൻ ഓടിച്ചത് പിന്നെ കസിൻ്റെ ടൈഗുൺ, അത് ഈ പറഞ്ഞ അത് ഓടിച്ച്. പിന്നെ ചിറ്റപ്പൻ്റെ ഇതുണ്ട്, കറക്റ്റ് ഉണ്ട് DCT പെട്രോൾ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ DCT പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് മൈലേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത്. പിന്നെ ഇത് ഓടിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
ഈ സെൽട്ടോസേ ആണോ? പഴയതിന്ന് ആ വലിയ മാറ്റം. സസ്പെൻഷൻ തന്നെ, ആ പിന്നെ കുറച്ച് റൂമിയായി വണ്ടി. K3 പ്ലാറ്റ്ഫോം വന്നപ്പം ഭയങ്കര റൂമിയായി. പിന്നെ ഇന്റീരിയർ എക്സ്ലൈൻ ഇഷ്ടപ്പെട്ടില്ല. എക്സ്ലൈൻ മറ്റേ ഫുൾ ബ്ലാക്ക് വന്നുകൊണ്ട് ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. മറ്റേ GT ലൈനിൽ വെള്ളയും അതൊക്കെ വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണോ ബുക്ക് ചെയ്തിരിക്കുന്നത്? അത് ബുക്ക് ചെയ്യണോ ഈ പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എടുക്കുവാണെങ്കിൽ അത് എടുക്കാൻ താല്പര്യമുള്ളൂ, വേറെ വണ്ടി. പിന്നെ ഡസ്റ്റർ ഈ പറഞ്ഞ പോലെ പെട്രോൾ മാത്രമേ ഉള്ളൂ, ആ പെട്രോൾ. വേറെ ഒന്നുമില്ല. മറ്റേവര് നിർത്തി തോന്നുന്നു, കുശാക്കല്ലേ 1.5 ഡീസൽ നിർത്തി എന്നാണ് എൻ്റെ ഒരു 1.5 ഡീസൽ. പഴയ ഒരു വണ്ടി കിടപ്പുണ്ട്. ഡീസൽ നിർത്തിയല്ലോ. ആ ഡീസൽ നിർത്തി, പെട്രോൾ മാത്രമുള്ള അവർക്ക്. ഫോക്സ്വാഗൺ ഗ്രൂപ്പ് മുഴുവൻ ഡീസൽ നിർത്തിയല്ലോ. വോക്സ്വാഗൺ ഇപ്പോഴത്തെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങി. അതെ ഇപ്പോൾ വരികയാണ്, ഇപ്പോൾ അടുത്ത ദിവസം നാളെ ലോഞ്ച്. അതും ഇത് മാത്രമേ ഉള്ളൂ. അതുള്ളത് ഡീസൽ ഇവരും കറക്റ്റ് മാത്രമേ ഉള്ളല്ലോ ഇപ്പൊ. അപ്പം മറ്റേ ഈ സെൽറ്റോസിന് എനിക്ക് തോന്നുന്നു GT ലൈനൊക്കെ 25 lakhs ഒക്കെ ഉണ്ടല്ലോ. 25 ലക്ഷം ഓൺ റോഡ്. അത് നമ്മള് മറ്റേ ആക്സറിയും എക്സ്റ്റൻഡ് വാറന്റിയും ഒക്കെ എടുക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ 24 സംതിങ്ങിന് വണ്ടി കിട്ടും. പിന്നെ ഇൻഷുറൻസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെയും പൈസ കുറയ്ക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനെ നോക്കിയിട്ട് റീസെയിൽ വാല്യൂ വളരെ കുറവാണോ പറയുന്നത്? വളരെ കുറവല്ല, 3 ലക്ഷത്തിന് മുകളിലൊക്കെ ഉണ്ട്. എത്രയായി ഓൺ ഇത് ഓൺ റോഡ് എടുത്ത് 7.5 ലക്ഷം രൂപയ്ക്കാണ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട്. ഫുൾ ഓപ്ഷനാ 7.5 ലക്ഷം രൂപ. ഇതിൽ അന്ന് 2019 ഒരു എല്ലാ ഫീച്ചറും ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ മറ്റേ സ്പീഡ് കൂടുമ്പം സൗണ്ട് കൂടുന്ന പരിപാടി, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ സാധനവും ഉണ്ട് വണ്ടിയിൽ. എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്. അതെ, ആദ്യകാലത്ത് വന്ന ചില വണ്ടികൾക്ക് ചില ഇഷ്യൂസ് ഒക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പം സായിയുടെ കാര്യത്തിൽ അത്ര ഇഷ്യൂസ് ഒന്നും പറയുന്നില്ല, സർവീസിന്റെ ഇഷ്യൂവും പറയുന്നില്ല. അപ്പോൾ ഭാഗ്യവാനായ മനുഷ്യനാണ്, കുഴപ്പമില്ല. എനിക്ക് ഭാഗ്യമുണ്ട്. ഞാനത് വിചാരിച്ചായിരുന്നു, എന്തുകൊണ്ട് സർവീസിന് പ്രശ്നം വരുന്നില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ വിചാരിച്ചു, കാരണം എന്റെ കസിന്റെ ആദ്യം നെക്സൺ എടുത്ത് അത് വിറ്റിട്ട് പിന്നെയും ടൈഗൺ എടുത്തിട്ട് നെക്സൺ എടുത്ത് അവന് 2 നെക്സണിലും പണി കിട്ടും. അപ്പോൾ എന്തായാലും അത് ഈ പറഞ്ഞല്ലോ, ടാറ്റയ്ക്ക് ഇപ്പോഴും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം പറഞ്ഞില്ലേ നെക്സോണിൻ്റെ കാര്യത്തിലൊക്കെ വന്ന പോലെ അത്ര ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. എങ്കിലും എല്ലാം ഗംഭീര വണ്ടികളാണ്. വണ്ടി അടിപൊളിയാണ്. അതുമാതിരി ആ പഴയ റോയൽ എൻഫീൽഡ് റെഡിയായി. ഇപ്പൊ പഴയ റോയൽ എൻഫീൽഡിന്റെ ഒരു പ്രശ്നമാണ്, അതാണ് പ്രശ്നം. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ തുറക്കുമ്പോൾ വെൽഡിങ് പൊട്ടിയിരിക്കുന്നു. ഒക്കെയാണ് പരിപാടി, അറിയാൻ പറഞ്ഞത്. അതൊക്കെയാണ് ഇപ്പോഴും ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇനിയും കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും സർവീസ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ 60,000 കിലോമീറ്റർ ഓടിച്ചു എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നമുക്ക് സെൽറ്റോസുമായിട്ട് വീണ്ടും കാണാം. പിന്നെ കാണാമല്ലോ, നമ്മുടെ അടുത്ത് തന്നെ താമസിക്കുന്ന പറഞ്ഞു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. നെയ്ബേഴ്സാ. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. ഇന്നത്തെ വാഹനത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള നല്ലൊരു നിക്ഷേപ അവസരത്തെക്കുറിച്ചുകൂടി പറഞ്ഞിരുന്നു, അതൊന്നുകൂടി ഓർപ്പിക്കുകയാണ്. April 15 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. ബൈ.